ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിലപാട് വ്യക്തമാക്കി പത്തനംതിട്ടയിലെ പെന്തക്കോസ്ത് സഭാ കൂട്ടായ്മ. തങ്ങളെ സഹായിച്ച ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുമെന്ന് പെന്തക്കോസ്ത് സിനഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു വറിയത്തുകാട്ടിൽ പറഞ്ഞു. എല്ലാ മുന്നണികളും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ സഹായിച്ചത് ഇടതുപക്ഷമാണെന്ന് പെന്തക്കോസ്ത് സഭ നിലപാട് അറിയിച്ചു. ഒപ്പം പത്തനംതിട്ട UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. തങ്ങളുടെ പുരോഹിതന്മാരും വിശ്വാസികളും മർദ്ദിക്കപ്പെടുമ്പോഴും MP പാർലമെന്റിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ലെന്നാണ് ആരോപണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷം അല്പം കൂടെ ഞങ്ങളെ ആ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പരിഗണന തന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, മണിപ്പൂർ വിഷയം ഉണ്ടായപ്പോൾ പാർലമെൻറ്റ് പത്തനംതിട്ട പോലുള്ള പാർലമെൻറ്റ് സംവിധാനത്തിൽ മത്സരിച്ച് ജയിച്ചിരുന്നതായ പ്രിയപ്പെട്ടവർ MP ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റിൽ ഒരു കാര്യം പോലും ഉന്നയിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമായിട്ട് നിലകൊള്ളുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പത്തനംതിട്ടയിൽ 1,10,000 വോട്ടുകളുണ്ട്. ജയപരാജയം തീരുമാനിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്നും സംഘടിതരായി മാറിയെന്നും പെന്തക്കോസ്ത് സിനഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു വിറയത്തുകാട്ടിൽ പറഞ്ഞു. അതേസമയം വരുന്ന തെരഞ്ഞെടുപ്പുകളും തങ്ങൾ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും 20 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾ ചേർന്ന് വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.